മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 28-ാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രാർത്ഥനാപൂർവ്വം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് നോമ്പനുഷ്ഠിക്കാം. ഈശോയുടെ പീഡാരഹസ്യങ്ങൾ അടുത്തു വരികയാണല്ലോ. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു അപ്പസ്തോലിക ആഹ്വാനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഗൗദാത്തെ എത് എക്സുൾട്ടാത്തെ എന്നാണ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഇതിനകത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭ 2 തരം പാഷണ്ഡതകളെ ശ്രദ്ധിക്കണം, ഇല്ല എങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ക്ഷതമേൽപ്പിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം പാഷണ്ഡതകൾ എന്താണെന്ന്. വിശ്വാസ സത്യങ്ങൾക്കെതിരെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു 2 പാഷണ്ഡതകൾ. 1 പെലാജിയനിസം, 2 ഗ്നോസ്റ്റിസിസം. എന്താണ് പെലാജിയനിസം? ഒരു സഭാപിതാവായ പെലാജിയൂസ് ഒരിക്കൽ പഠിപ്പിച്ചു, നിനക്ക് നിൻ്റെ ആത്മരക്ഷ നിൻ്റെ ആത്മനിയന്ത്രണം കൊണ്ട് നേടിയെടുക്കാം എന്ന് പറഞ്ഞാൽ, നീ കർക്കശമായ ആത്മനിയന്ത്രണം പാലിക്കുന്നത് വഴിയാണ് നിൻ്റെ സാൽവേഷൻ, നിൻ്റെ രക്ഷ. സഭ അതിനെ ശപിച്ചു തള്ളി. ഈ കാലഘട്ടത്തിലും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ വിശ്വാസ പ്രമാണം ഒത്തിരിയേറെ ചൊല്ലുന്നു, ഞാൻ കുരിശിൻ്റെ വഴി നടത്തുന്നു, ഞാൻ ഒത്തിരി ജപമാല ചൊല്ലിക്കൂട്ടി, ഞാൻ ബലിയർപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് ആത്മരക്ഷ ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, കൃപ എന്ന ആ ദൈവീക സംവിധാനത്തെ നിഷേധിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മളുടെ ഈ ആത്മനിയന്ത്രണങ്ങൾ വന്നാൽ നമുക്ക് അപകടമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. 2ാമത്തെ സിദ്ധാന്തമാണ് ഗ്നോസ്റ്റിസിസം. ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന, വല്ലാതെ കാർന്നു തിന്നുന്ന ഒരു അപകടമാണ് ഗ്നോസ്റ്റിസിസം. എന്താണ് ഗ്നോസ്റ്റിസിസം? അത് ജ്ഞാനവാദമാണ്. ഗ്നോസിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ജ്ഞാനമെന്നാണ്, അറിവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ നോളജ് വിൽ ഗീവ് യു സാൽവേഷൻ. ഈ കാലഘട്ടത്തിൽ സഭയെ കാർന്നു തിന്നുന്ന ഒരു അപകടമാണ്. എനിക്കെല്ലാം അറിയാം, എനിക്ക് കാര്യങ്ങൾ വ്യക്തമാണ്, എല്ലാത്തിനും ഉത്തരമുണ്ട്, ഞാൻ പറഞ്ഞു തരാം, ഞാൻ പഠിപ്പിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം ക്രിസ്ത്യൻ ഗ്നോസ്റ്റിക്കുകൾ ഈ കാലഘട്ടത്തിൽ പെരുകുന്നുണ്ട്. ഇതൊരു അപകടമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഗ്നോസ്റ്റിസിസം? ഗ്നോസ്റ്റിസിസം പണ്ട് കാലത്ത് സഭയിലുണ്ടായ ഒരു അബദ്ധ സിദ്ധാന്തമാണ്. ഇത് പഠിപ്പിച്ചത് ഇതാണ്: ദൈവം നന്മയുടെ ഉറവിടമാണ്, പിശാച് തിന്മയുടെ ഉറവിടമാണ്. എന്നും ഈ ദൈവവും പിശാചും തുല്യ ശക്തികളാണ്. അവർ രണ്ടും യുദ്ധത്തിലാണ്. തിന്മയാകുന്ന പിശാചിൽ നിന്നാണ് എല്ലാ വേദനകളും സഹനങ്ങളും ഉണ്ടാകുക. അതുകൊണ്ട് ഈ ഭൂമിയിൽ വേദനയും സഹനങ്ങൾക്കും കാരണം പിശാചാണ്. അതിന് കാരണമായ ശരീരത്തെ എന്നും കീഴ്പ്പെടുത്തണം. അതിന് കാരണമാകുന്ന ലോകത്തെ, ഈ ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അത് തിന്മയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ദൈവത്തെ നമുക്ക് ജയിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ ഗ്നോസ്റ്റിക്കുകൾ ഇത് ബുദ്ധിയുടെ അറിവാക്കി മാറ്റി. അങ്ങനെ അവർ ബുദ്ധി കൊണ്ട് ചില കാര്യങ്ങൾ ശരിയാണ്, ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് നിശ്ചിതമായി വ്യക്തമായി പഠിപ്പിക്കാൻ തുടങ്ങി. അവരുടെ അടിസ്ഥാന വചനം ഇതാണ്: യോഹന്നാൻ 17:3. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ ഗ്നോസ്റ്റിക്കുകൾ അറിയുക എന്നൊരു വാക്കിങ്ങെടുത്ത്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. എന്തുമാത്രം ഈ അറിവ് നേടിയെടുക്കാമോ അതാണ് നമ്മുടെ സാൽവേഷൻ, രക്ഷ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് ഈ ക്രിസ്ത്യൻ ഗ്നോസ്റ്റിക്കുകൾ സഭയിൽ അങ്ങിങ്ങായി നുഴഞ്ഞു കയറാൻ തുടങ്ങി. എല്ലാ തരത്തിലുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർ, എല്ലാ അറിവും സ്വായത്തമാക്കുന്നവർ, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്നവർ. അങ്ങനെ ഈ ഭൂമിയിൽ അവർക്കെല്ലാത്തിനും ഉത്തരമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാത്തിനും ഉത്തരമുള്ളവരായി അവർ മാറി. അങ്ങനെ അവർ ഈ യുദ്ധത്തിൽ ദൈവത്തെ ജയിപ്പിക്കാൻ അറിവുള്ളവരായി മാറി. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെയുള്ള ഏത് സംവിധാനങ്ങളും തകർന്നു പോകും. ഗ്രേസ് ഓഫ് അവർ ഗാഡ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും സഭ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതാണ്: എല്ലാത്തിനും കൃത്യം ഉത്തരമുള്ളവൻ ദൈവത്തിൻ്റെ വഴിയിലല്ല. എല്ലാത്തിനും കൃത്യം ഉത്തരമുള്ളവൻ ദൈവത്തിൻ്റെ വഴിയിൽ അല്ല. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം എല്ലാത്തിനും സഭയ്ക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. 2ാം വരവിലെല്ലാം വെളിവാകുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തിപൂർവ്വം
സഭ വചനത്തിൻ്റെ മുൻപിൽ വ്യാഖ്യാനത്തിന് വേണ്ടി ഏത് കാലഘട്ടത്തിലും ഇരിക്കേണ്ടത്. നമുക്കറിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് അനുഭവജ്ഞാനമുണ്ട്. പക്ഷേ ഇത് അപകടമാകും. മോശയുടെ സംഭവം നമുക്കറിയാം. മോശയോട് ദൈവം പറഞ്ഞു, ജനം പിറുപിറുത്തപ്പോൾ വെള്ളമില്ല. മോശയോട് ദൈവം പറഞ്ഞു, പാറയിലടിക്കുക. അങ്ങനെ മധുരമുള്ള വെള്ളം കിട്ടി. അടുത്ത ദിവസവും അടുത്ത കാലഘട്ടത്തിലും ഇതുപോലെ ജനം പിറുപിറുത്തപ്പോൾ ദേഷ്യത്തോടെ മോശ ചെന്നു. ദൈവം പറഞ്ഞു, പാറയിൽ നിന്ന് വെള്ളം തരാൻ പോവുകയാണ്. മോശ വിചാരിച്ചു, എനിക്ക് അനുഭവമുണ്ട്, കഴിഞ്ഞ സംഭവം വടിയെടുത്തു അടിച്ചു, വെള്ളം വന്നു. ഈ എക്സ്പീരിയൻസ്, ഈ മുൻ അനുഭവം, ഈ ജ്ഞാനം വെച്ചുകൊണ്ട് മോശ അതിൽ തല്ലി. പ്രിയപ്പെട്ടവരെ, അത് മോശയ്ക്ക് കെണിയായി മാറി. എന്താണ് ദൈവം ഇവിടെ ആഗ്രഹിച്ചത്? ഓരോ സംഭവത്തിലും ദൈവത്തിന് വെളിപാടുകൾ നിനക്ക് നൽകാനുണ്ട്. നിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നിൻ്റെ മുൻ അനുഭവങ്ങൾ, നിൻ്റെ ജ്ഞാനം, നിൻ്റെ അറിവ്, അതൊരു കെണിയാണ്. ഗ്നോസ്റ്റിസിസം ഒരു കെണിയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് നിമിഷവും ദൈവത്തോട് ആലോചന ചോദിക്കണം, ദൈവത്തോട് വെളിപാടുകൾ ചോദിക്കണം. ദൈവം നമുക്ക് അതാത് സമയത്ത് വേണ്ടുന്നത് നൽകും. അപ്പോൾ ഈ രണ്ട് അപകടങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വേട്ടയാടുന്നുണ്ട്. ഒന്ന് പെലാജിയനിസം, നിനക്ക് നിൻ്റെ ആത്മനിയന്ത്രണം കൊണ്ട് നിൻ്റെ ആത്മരക്ഷ നേടാം, അതല്ല. രണ്ട്, ഗ്നോസ്റ്റിസിസം, നിൻ്റെ ബുദ്ധി, നിൻ്റെ അറിവ്, എല്ലാം അറിയാമെന്നുള്ള നിൻ്റെ ചിന്ത, ആത്മീയ ജ്ഞാനങ്ങൾ, നീ നേടിയെടുത്തിരിക്കുന്ന അനുഭവജ്ഞാനങ്ങൾ, ആത്മീയ അറിവുകൾ രക്ഷയ്ക്ക് കാരണമാവില്ല. ഓരോ നിമിഷവും ദൈവം ഭാഗെ മുട്ടുമടക്കണം. ഈ നോമ്പുകാലം മുട്ടുമടക്കലിൻ്റെ കാലഘട്ടമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.